കോൺകേനിലെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ടെമ്പിളുണ്ട്. ഏത് ഇമേജ് എടുത്താലും ആ ടെമ്പിളാണ് കാണാം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടം വരെ. ഇതാണ് ദ ടെമ്പിൾ. വലത്തൊട്ട് തിരിക്കുമ്പോൾ കാണാം ഒരു കിടിലൻ സെറ്റപ്പാണ്. ഇതാണ് ആ ടെമ്പിൾ. ഡേ ടൈം കുറച്ച് നേരത്തെ വരാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നല്ല കട്ട ട്രാഫിക് ജാം ആയിരുന്നു. ഇതിൻ്റെ പുറത്തുള്ള ഒരു ഗോൾഡൻ ബുദ്ധ വിഗ്രഹം. ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് നടന്ന് ചുറ്റിയൊന്ന് കറങ്ങി നോക്കട്ടെ. ബുദ്ധനും ദിനോസറുമായിട്ട് എന്താണ് ബന്ധം എന്നറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെ ദിനോസറൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതിൻ്റെ ബാക്ക് സൈഡ് ആണ് എന്ന് തോന്നുന്നു. ഇവിടെ ഈ സമയത്ത് വന്നതിനൊരു ഉദ്ദേശമുണ്ട്. പകലും കാണുക, രാത്രിയിലും കാണുക. ഇത് ലൈറ്റ് ഇട്ടൊരു ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കണം. ഈ സൈഡിൽ കൂടെ അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ അവിടെ ഷൂസൊക്കെ കഴിച്ചിട്ട് അകത്ത് കയറണം. ഷോർട്സ് ഇട്ട് കയറാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. വാതിൽ നല്ല തടിയിൽ കുത്തിയ സാധനങ്ങളാണ്.
ഇവിടെ സന്യാസി മഠമൊക്കെ ഉണ്ട്. സന്യാസി മഠത്തിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവരുടെ പ്രൈവസിയെ ബഹുമാനിച്ച് അങ്ങോട്ട് അടുത്തോട്ട് പോകാതിരിക്കുകയാണെന്നുള്ളതെന്ന് തോന്നുന്നു. ഇതാണ് ക്യാമ്പസ്, വലിയ ക്യാമ്പസാണ്. അപ്പോൾ ടെമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ഇരുട്ടാവണം, അപ്പോഴായിരിക്കാം ലൈറ്റുകൾ ഇടുക എന്നെനിക്ക് തോന്നുന്നു. ഇത് അമ്പലത്തിന് പുറത്തുള്ള സ്ട്രീറ്റ്. വെറുതെ കുറച്ച് നേരം ഒരു സ്ട്രീറ്റ് വാക്ക്. പ്രത്യേകിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല, ഒരു നോർമൽ റോഡാണ്. നൈറ്റ് ലൈഫിൻ്റെ ഏരിയ ഒന്നുമല്ല. പുറത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെയാണ് അമ്പലം കാണുന്നത്. യെസ്. അപ്പോൾ വീണ്ടും നടക്കുന്നു. എങ്ങനെയും ഇരുട്ടാവണം. ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നു. ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുന്നു, സ്ഥലം വിടുന്നു. ഇപ്പൊ ഈ കേൾക്കുന്ന മ്യൂസിക് എവിടുന്നാ വരുന്നത് കണ്ടേ? പൊളിയാ. ബട്ടർഫ്ലൈ ഡോറുള്ള ഒരു കാറ്. വർക്ക്ഷോപ്പുകളും ടയർ ഷോപ്പുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ സർവീസ് സെൻറ്റർ കണ്ടോ? ടെസ്ലയുടെ സർവീസ് സെൻ്ററാണ് കാണുന്നത്. ഓതറൈസ്ഡ് ആണോ ഇല്ലെന്ന് അറിയത്തില്ല, ബട്ട് ദാറ്റ്സ് എ സർവീസ് സെൻറ്റർ. നമ്മുടെ നാട്ടിലെ പോലെ ഇറച്ചിക്കട, ബീഫോ പോർക്കോ കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഹാർഡ്വെയർ ഷോപ്പ്, ഈ ചൂലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഹാർഡ്വെയർ ഷോപ്സ് അല്ലേ, അതാണ് ഇത്. അങ്ങനെ ആ അമ്പലം ഇരുട്ടത്ത് ലൈറ്റിട്ട് കാണാനുള്ള മോഹം കൊണ്ടുള്ള നടത്തമെല്ലാം അവസാനിപ്പിച്ച ടെമ്പിളിൻ്റെ മുമ്പിലെത്തി. വലിയ സംഭവമൊന്നും അല്ലട്ടോ, പക്ഷെ എന്നാലും കൊള്ളാം എന്ന് പറയാം. ഇതാണ് ഇരുട്ടത്ത് ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ആ ടെമ്പിൾ. അത്ര വലിയ സംഭവമല്ലല്ലോ. താഴോട്ടൊന്നും വലിയ ലൈറ്റിങ്സ് ഇല്ലാത്ത കാരണം ഒരു ലുക്ക് തോന്നുന്നില്ല. ഇരുട്ടത്ത് ഒരു കുഞ്ഞ് വീഡിയോയും കൂടെ എടുത്തിട്ട് സ്ഥലം വിടാം.